എന്ന് സ്വന്തം പുണ്യാളൻ ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര രാജൻ, അൽതാഫ് സലീം, ബൈജു, രഞ്ജി പണിക്കർ ഇവരൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. ബാലു വർഗീസ് ആണ് ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഡയറക്ടർ മഹേഷ് മധു, റൈറ്റർ സംജി ആൻ്റണി. ആക്ച്വലി മലയാളത്തിൽ ഇതിനു മുമ്പും ഇതേപോലുള്ള എന്താ പറയുക ഡിവൈൻ കോമഡി പ്ലോട്ടിൽ കുറേ സാധനങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴും ദ സിമിലർ പ്ലോട്ടിൽ കുറേ സാധനങ്ങൾ വന്നിട്ടില്ല എന്ന് നമുക്ക് തോന്നാം. പുണ്യാളൻ, കളവ്, ഈ സാധനം തെഫ്റ്റ്, പുണ്യാളൻ, ഡിവൈൻ, പള്ളിയിലച്ചൻ, ഈ സ്കീം നമ്മൾ ഇതിനു മുമ്പ് മലയാളത്തിൽ കുറേ അധികം പടങ്ങൾ കണ്ടിട്ടുണ്ട്. ആൻഡ് എനിത്തിങ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് മച്ച്. കാരണം നമുക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ബിൽഡപ്പിൽ മൊത്തം നമ്മളെ കാണിക്കുന്നത് ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ആ ഇൻസിഡൻറ്റിലേക്ക്, ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്, ആ ഇൻസിഡൻറ്റിലേക്കുള്ള പോക്കും ആ ഇൻസിഡൻറ്റിന് കാരണവും കാര്യവും ആസ് യൂഷ്വൽ ഫസ്റ്റ് ഹാഫിൽ മൊത്തം പറയുന്നു. ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോർ മീ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ടെൻഷനോ ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ ഇതിനി എന്ത് സംഭവിക്കുന്നുള്ള അങ്ങനത്തെ സ്കീമുകളൊന്നും പ്രത്യേകിച്ച് വന്നില്ല. ബട്ട് കുറച്ച് കോമഡികളൊക്കെ വർക്കൗട്ടായി. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ സീനിൽ ഒരു അപ്പാപ്പനും അമ്മച്ചിയുള്ളൊരു ചക്ക കോമഡിയൊക്കെ ഉണ്ട്. ആ സാധനമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ചിരിച്ചു. ഈ ഒന്ന് തിയേറ്ററിൽ എല്ലാവരും അത് നല്ല രീതിയിൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചിരിയുടെ ശബ്ദമൊക്കെ അപ്പോൾ കേൾക്കാനുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞ ഒരു പള്ളി ബേസ് ചെയ്തിട്ട് പള്ളിയിലേക്ക് വരുന്ന ഒരു അച്ഛൻ, ബാലു വർഗീസിൻ്റെ ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ എങ്ങനെ പള്ളിയിലച്ഛനാകുന്നു എന്നുള്ളതിൻ്റെ കുറച്ച് പ്ലോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. പിന്നെ അങ്ങോട്ട് സിനിമ അവിടുന്ന് ബിൽഡാവുകയാണ്. ഈ അച്ഛനെ റിവോൾവ് ചെയ്തിട്ട് അച്ഛൻ്റെ ലൈഫിലേക്ക് വന്നു പോകുന്ന ആളുകളും അങ്ങനത്തെയൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു കോറ കിടക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒന്ന് കഥ എൻഗേജിങ് ആവുന്നുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അനശ്വരയുടെ ക്യാരക്ടറും പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴുള്ള നമ്മുടെ ഈ ഒരു അർജുൻ അശോകൻ പ്ലേ ചെയ്ത ക്യാരക്ടറിനൊക്കെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ വന്നു തുടങ്ങും. അപ്പോഴത്തേക്കും ഏകദേശം കഥയുടെ ഒരു ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്ക് നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ കണ്ട ഈ ഡിവൈൻ കോമഡി ഈ ഒരു സിനിമയുടെ ആ ഒരു ഗ്രാഫിലേക്ക് ഈ പടം വന്ന് നിൽക്കുകയാണ്. ഞാൻ പെർഫോമൻസുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ അർജുൻ അശോകൻ്റെ നമ്മൾ രോമാഞ്ചത്തിലൊക്കെ കണ്ട ഒരു തരം ഒരു മാനറിസം, ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. ഒരു പ്രത്യേക തരം സാധനങ്ങൾ കയ്യിൽ നിന്നിടുന്ന രീതിയിലുള്ളൊരു സംഗതി. അതിങ്ങനെ എവിടേക്കോ മിന്നി പറഞ്ഞ് ഈ സിനിമയിലും പോയി അർജുൻ അശോകൻ്റെ ഭാഗത്ത് നിന്നിട്ട്. ബാലു വർഗീസിന് കിട്ടിയ ക്യാരക്ടർ പള്ളിയിലച്ഛൻ, കുറച്ചൊരു ടെൻഷൻ, ക്യൂരിയോസിറ്റി, ഒരു അയ്യോ പാവം സാധനം, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഠിന ശ്രമം ബാലു വർഗീസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ചില സിറ്റുവേഷനിലൊക്കെ എനിക്ക് എവിടെയോ ആ ക്യാരക്ടറിൽ അത് മിസ്മാച്ച് ആയ പോലെ അല്ലെങ്കിൽ കുറച്ച് ഓവറായ പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അനശ്വര രാജൻ്റെ കുറച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് വെറൈറ്റി പരിപാടികളൊക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയി. അനശ്വര രാജനിൽ അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ആൻഡ് അതാണ് ഈ പ്ലോട്ടിൻ്റെ, ഈ കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അവിടെ നടക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആയി. അത് കൊള്ളാം. അത് ആ ഒരു സാധനം ഷിഫ്റ്റ് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് അനശ്വര രാജൻ ചെയ്യുകയും ചെയ്തു കേട്ടോ, നന്നായിട്ട് ചെയ്തു. രഞ്ജി പണിക്കർ എവിടേക്കോ ലൈക്ക് എന്താ പറയുക, ഒന്നും ഓക്കെ ആയിട്ട് തോന്നും പിന്നെയും വെറുപ്പിക്കും. രഞ്ജി പണിക്കറിൻ്റെ ഒരു ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്. ഒരു വെറുപ്പീര് ക്യാരക്ടറാണ് ഇതിലൊരു വെറുപ്പീര് അച്ഛനാണ്. പക്ഷെ അതൊന്നും ഇങ്ങോട്ട് എന്താ പറയുക, നമുക്കത് ഇങ്ങോട്ട് ഒരു ഭയങ്കരമായിട്ട് ക്രിഞ്ചടിക്കുന്ന പോലത്തുള്ള ചില സാധനങ്ങളൊക്കെ രഞ്ജി പണിക്കറിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ബൈജു ഒന്നും അധികം അങ്ങനെ കാര്യമായിട്ടില്ലെങ്കിലും ഉള്ള സാധനം അങ്ങേരുടെ കയ്യിൽ സേഫാണ്. ആൻഡ് ഇതിൽ ഈ അൽതാഫ് സലീമിൻ്റെ ചില സാധനങ്ങളൊക്കെ നേരത്തെ രഞ്ജി പണിക്കരെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓവറായിപ്പോയോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് പേഴ്സണലി വന്നു. സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ കോമഡിയുടെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നമുക്ക് ഒരു സംഗതി തന്നിട്ട് പോകുന്ന ഒരാൾ. ആൻഡ് ഇതിൽ അത്യാവശ്യം അങ്ങേർക്ക് ഒരു കോമഡി ഇട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടോ അങ്ങേരെ ഭാഗത്തുനിന്ന് ആ സാധനം അത്ര കൺവിൻസിങ് ആയിട്ട് വന്നില്ല. ഓൾ ഇൻ ഓൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓൾ ഇൻ ഓൾ ഞാൻ എപ്പോഴും മറ്റത് പറയുന്നുണ്ടെങ്കിൽ കമൻറ്റ് വരും. ഓൾ ഇൻ ഓൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചാണ്. ഓക്കെ, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് എന്താ പറയുക, കുറച്ചിട്ടാ ഈ പുണ്യാളൻ എലമെൻറ്റ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണേൽ എടുക്കാം. ഓക്കെ, ഇങ്ങനത്തെയൊക്കെ സിനിമകളിൽ അങ്ങനെയാണല്ലോ, അത് എങ്ങനെ വേണേൽ നിങ്ങൾക്ക് എടുക്കാം. പുണ്യാളൻ എലമെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണേൽ എടുക്കാം. പിന്നെ ഈ പറഞ്ഞ കുറേ എന്താ പറയുക ടെൻഷൻ അടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കോമഡി ആണെന്നുണ്ടെങ്കിലും കുടുകുടാ ചിരിപ്പിക്കുന്ന കുറേ സിറ്റുവേഷണൽ കോമഡി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല.
അങ്ങനത്തെ ഭയങ്കര അതിഭീകരമായിട്ടുള്ള, അപ്പം ഇതിന് മുമ്പ് നമ്മൾ കണ്ട റോമൻസ് ആണെന്നുണ്ടെങ്കിലും ആമേനാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെയൊക്കെ പരിപാടികളിലുള്ള പോലത്തെ ഒരു അതിഭീകര ചിരിയുടെ എലമെൻറ്റ് പൊട്ടുന്നതൊന്നുമില്ല. നോർമൽ 1-2 ഇങ്ങനെ ചിരിച്ചിട്ട് പോകാമെന്നല്ലാതെ വേറെ അങ്ങനെ ചിരിപ്പിക്കാനായിട്ടുള്ളതോ അല്ലെങ്കിൽ ചിരിക്കാനുള്ള സംഗതികളോ ഇല്ല. ബട്ട് കമ്പയർ ടു ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ്, എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഈ പടത്തിൻ്റെ ഒന്നും കൂടി എൻഗേജിങ് ആയതും ഇഷ്ടമായത്. കാരണം കഥയിലേക്ക് ഇറങ്ങി വന്നത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ പക്ഷേ ഇവർ കുറേ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഈ സിനിമയുടെ ആ ഒരു ക്ലൈമാക്സ് പോർഷനിലൊക്കെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൺവേ ആവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അത്ര കൺവിൻസിങ് ആയിട്ട് അത് കൺവേ ആവാൻ വലിയ വഴിയില്ല. ഓക്കെ, എനിക്കങ്ങനെ കേട്ടോ തോന്നുന്നത്. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഒരു ആവറേജ് മൂവി, ഒരു 1 ടൈം വാച്ചാണ്. ഡെഫിനറ്റ്ലി 1 ടൈം വാച്ചാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന, ഈ ഡിവൈൻ ഹ്യൂമർ കോമഡി സാധനം പ്ലസ് ഈ കള്ളൻ തീഫ് തെഫ്റ്റ് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സാധനം എന്താണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഒരു ഡീസൻറ്റ് 1 ടൈം വാച്ചാണ്. മേക്കിംഗ് ഒക്കെ ഒന്നും പറയാനില്ല, നല്ല ഡീസൻറ്റ് മേക്കിംഗ് ആണ്. ബാക്കി എടുത്തു പറഞ്ഞ് ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ മാത്രം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ആ ഒരു ഗ്രാഫിൽ നിന്നിട്ട് എല്ലാ സാധനങ്ങളും, ടെക്നിക്കൽ സൈഡ് എല്ലാ സാധനങ്ങളും ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു എവിടെയോ 1-2 പോർഷൻസിൽ കുറച്ച് വലിയുന്നതായിട്ട് തോന്നി എനിക്ക് പേഴ്സണലി. അതിപ്പോൾ എൻ്റെ ഈ റിവ്യൂ വലിയുന്ന പോലെ തന്നെ നിങ്ങൾക്കും അത് വലിയുന്നതായിട്ട് ചിലപ്പോൾ തിയേറ്ററിൽ ഫീൽ ചെയ്യാം. ഓൺലി ഓൺ ഫസ്റ്റ് ഹാഫിലാണ് അവർ വലിച്ചത്, നിങ്ങൾക്ക് എന്താണ് ഡെഫിനറ്റ്ലി ഫീൽ ആവുക. എൻ്റെ റിവ്യൂവിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് നിങ്ങൾക്കിത് റിവ്യൂ കഴിയാൻ നേരത്താവും വലിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു ഡീസൻറ്റ് വാച്ചാണ്. ഡീസൻറ്റ് വാച്ച്. ഓക്കെ, വെരി ഓക്കെ പെർഫോമൻസസ്. അതാണ് പുണ്യാളൻ ഫോർ മീ.